എല്ലാവർക്കും ശങ്കരീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യല് കോതമംഗലക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇടിച്ചുത്തി കപ്പയും പോർക്ക് റോസ്റ്റും ആണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു കിലോ മേലെ ഉണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് വരാം. നമുക്ക് പോർക്കിന് വേണ്ട ഐറ്റംസ് ആണ് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ലേശം മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണയും ഇട്ട് തിരുമ്പി വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ മസാല കൂട്ടെടുത്ത് വറുക്കുവാണ്. ഇത് വറുത്തിട്ട് ഒന്ന് ചൂടാറിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടികൾ ചേർക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പോർക്കില്. അപ്പോൾ ഇത്രയും ഈ 1/4 സ്പൂൺ മതിയാകും. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ ആവശ്യത്തിന് മതി കേട്ടോ. ഓരോരുത്തരുടെ മുളക് പൊടി ഇടുന്നത് അളവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നമ്മളൊരു 3.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. മസാലയാണ്. മീറ്റ് മസാല കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മളിത് വറുത്ത് വെച്ചേക്കാണല്ലോ പൊടിക്കാനായിട്ട്. ഇനി മല്ലിപ്പൊടി നമുക്കൊരു 2.25 ഇടാം. ഇനി നമുക്ക് ഈ പൊടി വറുത്തെടുക്കാം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ വറുത്ത് നമ്മൾ ഈ പോർക്കിൽ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. അല്ലാതെ സാധാരണ ഡയറക്റ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്കും അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. നമുക്ക് പോർക്ക് വേവിക്കാം കേട്ടോ. നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. നമ്മൾ കഴുകിയൊക്കെ വാടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച പോർക്കാണ്. കുറച്ച് പച്ചമുളക്, അതുപോലെ സവാള, ഇഞ്ചി, ഇതെല്ലാം കുറച്ച് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അടുത്തായി നമുക്ക് ഈ വറുത്ത് വെച്ച ഈ പൊടി ഒന്ന് ചേർക്കാം. പകുതി ചേർത്താൽ മതിയാവും കേട്ടോ വേവിക്കാൻ. ഇനി അടുത്തായിട്ട് നമുക്ക് പൊടിച്ച മസാലയാണ് ചേർക്കാനുള്ളത്. ഇത് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാനിത് എല്ലാം ഒന്ന് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഉപ്പ് ചേർക്കാണ്. ഇനി ചേർത്താണ് കേട്ടോ. ബീൻസ് ചേർത്തിട്ടുണ്ട്. എല്ലാം നമ്മള് അരിഞ്ഞു വെച്ചൊന്നും ചേർത്തിട്ടില്ല. പകുതിയെ ചേർത്തിട്ടുള്ളൂ. അത് ബാക്കി കഥ ഞാൻ പറയാം. നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 5-6 വിസില് അത് മതി. അടുപ്പ് കത്തിച്ചെടുത്ത് നമുക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടാനൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ. എണ്ണ നന്നായി ചൂടാനു ശേഷം കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചില്ലേ ആ പൊടിയെല്ലാം ഇതിനകത്തേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാണേ. നന്നായിട്ട് മിക്സ് ചെയ്യണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. വഴണ്ട് വരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടൈമിലൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടേക്കാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വെള്ളവും എല്ലാം കൂടിയാണല്ലോ ഒഴിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശരിക്കും ആവാനായിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിനിടയ്ക്ക് എൻ്റെ ചേട്ടൻ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കപ്പയുടെ പരിപാടിയാണ് നോക്കുന്നത്. കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനിടയ്ക്ക് കപ്പ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. നമുക്ക് കപ്പ എല്ലാം കഴുകി വാരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് നമ്മൾ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. വേപ്പില, അതുപോലെ തന്നെ കാന്താരി, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വെക്കണേ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഈ കപ്പ ഇട്ടുന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് പോർക്ക് എന്തായെന്ന് നോക്കാം. കപ്പയുടെ കാര്യം ചേട്ടൻ നോക്കിക്കോളും. കപ്പ നന്നായി വെന്ത് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പോർക്കും നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുക്ക് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ ഭാര്യമാരും മാത്രം അടുക്കളേ എന്നുള്ള ഒരു സുഖമുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഈ കപ്പയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കാം. വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മറ്റേ കാന്താരി, വേപ്പില, ഇതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ കപ്പയിലേക്ക് നമ്മളതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. കപ്പ ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കുവാണ്. നല്ല ചൂടുണ്ടേ. അതിനൊപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇതെല്ലാം ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ചേർക്കുവാണ് കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. നമ്മൾ വലിയൊരു എന്താ പറയുക സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് വേണം നമ്മൾ ഇടിച്ച് അതാണ് നമ്മൾ ഇടിച്ചൂത്തി കപ്പ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഇടിച്ച് മിക്സ് ചെയ്യണം. ചൂടുണ്ട്. ചൂട് നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടിച്ചൂത്തി കപ്പ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വഴലിലേക്ക് മാറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പോർക്കും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ സെർവ് ചെയ്യുകയാണേ. നമ്മുടെ പോർക്കും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.